ഗൈസ്, നല്ലൊരു ഭാര്യ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അറിയാമോ? ഞാനും ഒരു വഴക്കാളി ഭാര്യയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, നല്ലൊരു ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവിനെ നമ്മൾ മനസ്സിലാക്കണം. ആളെ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് സാധാ തികച്ചൊരു കൂലിപ്പണിക്കാരനാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ആൾ പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്നോട് മിണ്ടുന്നില്ല, പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുശുമ്പ് കാണിക്കാറുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി ആൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടേ പെരുമാറാറുള്ളൂ. നിങ്ങളും അതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ ജീവിതം ഒരുപാട് സന്തോഷമായിരിക്കും, അല്ലേ? പിന്നെ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. വേറൊരു പെണ്ണിനെക്കുറിച്ചോ അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഭയങ്കര പൊസസീവാണ്, ആരെങ്കിലും നോക്കുമ്പോഴും മിണ്ടുമ്പോഴും. പക്ഷെ നമ്മൾ അവരെ അങ്ങനെ ചങ്ങലക്കിട്ട് കെട്ടുന്നത് പോലെ, അവരെ നമ്മൾ താക്കോലിട്ട് കൂട്ടുന്നത് പോലെ കെട്ടി വയ്ക്കരുത്. അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലേ. മിണ്ടുന്നത് കൊണ്ടോ ഒരാൾ സംസാരിച്ചാൽ ഒരിക്കലും അത് വേറൊന്നാവണമെന്നില്ല. അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലേ? പിന്നെ സ്വന്തം ഭർത്താവിനെ നമ്മൾ ബഹുമാനിക്കണം. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മളവർക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ തിരിച്ചും നമുക്ക് ബഹുമാനം കിട്ടും. അതുപോലെ അപ്പുറത്തുള്ള ഭർത്താവ് നല്ല പൈസ ഉള്ളവരായിരിക്കും. അവരവരുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങൾ, വാഷിംഗ് മെഷീനും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് നമുക്കുള്ള സമയത്ത് നമ്മൾ അതുപോലെ നോക്കുന്നുണ്ടായിരിക്കാം. അത് കണ്ട് അവരുമായിട്ട് ഒരിക്കലും നമ്മുടെ ഭർത്താവിനെ താരതമ്യം ചെയ്യരുത്, അല്ലേ? അതുപോലെ നമ്മൾ ഭർത്താവ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് പറയണം, നന്ദി പറയണം. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കാം, എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയണമെന്നില്ല. അത് നഷ്ടമായി പോകുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ, അല്ലേ? മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോ. നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരി ഉയർന്നു വരികയുള്ളൂ. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആമി. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.